ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കുന്ന മാവ് കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് പിള്ളേർക്ക് കുടിക്കാനുള്ള ബൂസ്റ്റ് റെഡിയാക്കി വെച്ചു. ചായ തിളച്ച് വന്നു. ചായ എല്ലാവർക്കും ഒന്ന് കൊടുത്ത് അതിനുശേഷം പൂരിയൊക്കെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം പൂരിയെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പൂരിയുടെ കൂടെ കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീൻകറി വെക്കണമായിരുന്നു. അപ്പോൾ ചട്ടി വെച്ച് ഇച്ചിരി കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിലുള്ള കാശ്മീരി മുളക് പൊടി എല്ലാം ഇട്ട് വഴറ്റി അതിലേക്ക് വെള്ളം ഒഴിച്ച് പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരപ്പ് തിളച്ച് വന്നാൽ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഉപ്പായിപ്പോയി. അപ്പം ഞാൻ ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇടുന്നുണ്ട്. പിന്നീട് പയറുതോരൻ വെക്കുന്നുണ്ട്. സവാളയൊക്കെ അരിഞ്ഞ് അതിൽ തന്നെ തേങ്ങയും സവാളയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പ് ഇട്ട് കൈകൊണ്ട് ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം അതിട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കേണ്ട. പാത്രം കഴുകി ഒരു ഇച്ചിരിയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്.